ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ കോഴിക്കോടുള്ള റീജിയണൽ സയൻസ് സെൻറ്ററിൻ്റെ മുന്നിലുള്ള പാർക്കും അതോടനുബന്ധിച്ചുള്ള ഉപകരണങ്ങളും കാണിച്ചിരുന്നു. ഇപ്പോൾ നമ്മളതിൻ്റെ ആ സയൻസ് സെൻറ്ററിലെ വ്യത്യസ്തമായ ഗാലറികളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സ്കൂൾ കോളേജുകളിൽ മാത്രമായി ശാസ്ത്ര പഠനം ഒതുക്കാതെ അത് പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന വിധത്തിൽ അതിനെ പ്രദർശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി, പഠനത്തിന് ഉപകരിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അവർക്കും കൂടി ഉപകാരപ്പെടുന്ന വിധത്തിലാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 1959 ഇന്ത്യൻ സയൻസ് സെൻറ്റർ മ്യൂസിയം എന്ന പ്രസ്ഥാനം തന്നെ ആരംഭിക്കുന്നത്. അതിന് ഇന്ത്യയിൽ 100-ലേറെ കേന്ദ്രങ്ങൾ നിലവിലുണ്ട്. അതിലൊന്നാണ് ഈ കോഴിക്കോടുള്ള ഈ റീജിയണൽ സയൻസ് സെൻറ്റർ. നമുക്കിതിലേക്ക് ആദ്യം കടന്നു ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഫൈൻ സയൻസ് ഗാലറി കാണാം. ഇതിനുള്ളിലുള്ള വിശേഷങ്ങൾ ഒരുപാടാണ്. എന്ന് വെച്ചാൽ ആദ്യമേ പറയാം, ഈ സയൻസ് സെൻറ്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഇത് മുഴുവനായി പഠിച്ചു തീർക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല. കാരണം അത്രയേറെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളും പഠനങ്ങൾക്ക് ഉപകരിക്കുന്ന പ്രദർശനങ്ങളുമാണ് ഇവിടെ ഉള്ളത്. അത് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഉണ്ട്. ഈ കാണുന്നത് വെളിച്ചം, പ്രകാശത്തിൻ്റെ ഇതാണ്, ബേബീസ് വേൾഡ്, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഇതിലുണ്ട്. ഇത് ഓരോന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ഈ എപ്പിസോഡുകളുണ്ടോ ഒന്നും കഴിയില്ല. കാരണം ഈ ഒരു ദിവസം കൊണ്ട് തന്നെ കണ്ടു തീർക്കാൻ കഴിയാത്ത അത്രയും ഇവിടെ കാണാനുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇതിലേക്ക് പ്രധാനമായും ഈ സെൻറ്ററിൽ ഓരോ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള ചലനങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനാർഹമായ വ്യത്യസ്തമായ ഉപകരണങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. വളരെ ഫണ്ണായിരിക്കും, എന്നാൽ അത് പഠിക്കാനും കൂടി ഉപകരിക്കുന്ന വിധത്തിലാണ്. ഇതിൽ ഓരോന്നിലും നമുക്ക് ചെക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ കണ്ട് മനസ്സിലാക്കാനുള്ളതുണ്ട്. ഇതൊന്ന് വെള്ളം എങ്ങനെയാണ് ചുഴി ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പഠനങ്ങളാണ്. വെള്ളാദ്വാരത്തിലൂടെ വെള്ളം കടക്കുമ്പോൾ അതിൻ്റെ ആ മർദ്ദം വ്യത്യാസങ്ങൾ അതിനെക്കുറിച്ചുള്ളത് അങ്ങനെ വ്യത്യസ്തമായിട്ട് അതെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് വിശാലമായി അതിൽ എഴുതിയിട്ടുണ്ട്. അത് നോക്കി നമുക്ക് പഠിക്കാവുന്നതാണ്. മറ്റൊന്ന്, ഇതിവിടെ പ്രകാശം അതിൽ ആ റിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ അത് പോയി വ്യത്യാസപ്പെടുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പരീക്ഷണങ്ങളാണ്. ഇത് നമുക്കവിടെ അമർത്തിക്കഴിഞ്ഞാൽ, അവിടെ സ്വിച്ച് ഉണ്ട് ഓരോന്നിൻ്റെയും, അതിൽ അമർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസങ്ങൾ കാണാം. പ്രകാശരശ്മികൾക്കുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചുള്ളതാണ് തോന്നുന്നു. അങ്ങനെ നിരവധിയുണ്ട്, ഓരോന്നുണ്ട്. ഇത് വലിയ അത്ഭുതം തോന്നും. കാരണം ഒരു കർവായിട്ടുള്ള ഒരു ദൂരത്തിലൂടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ദണ്ട് എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇരുമ്പ് ദണ്ടാണ്, അതേസമയം കർവായിട്ടുള്ള ഒരു ദൂരത്തിലൂടെയാണ് ഇത് കടന്നു പോയി വരുന്നത്. ആക്രോബാറ്റിക് സ്റ്റിക്ക്. പിന്നെ ഇത് നമ്മൾ സാധാരണ കുഞ്ഞുനാളുകളിൽ കാണാനുള്ള ലെൻസ് ഉപയോഗിച്ചിട്ട് ചൂട് അനുഭവപ്പെടുന്നത്. ഇത് വ്യത്യസ്തമായ ശബ്ദങ്ങൾ, മ്യൂസിക് ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രദർശനമാണ്. ലിക്വിഡ് പെയിൻറ്റിങ്ങിൻ്റെ കളറ് വ്യത്യാസപ്പെടുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഓരോന്നും മിക്സ് ആകുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.
ഇവിടെയൊക്കെ ഒട്ടനവധി പ്രദർശനങ്ങളുണ്ട്. ഇതൊക്കെ വിശദീകരിക്കണമെങ്കിൽ അവിടെ നിന്ന് പഠിക്കണം. നമ്മൾ ചെറിയൊരു സമയം കൊണ്ട് തന്നെ ഇതെല്ലാം കവർ ചെയ്ത് പുറത്തു വരികയാണ് ഉണ്ടായത്. ഇത് മാജിക് ടാപ്പ് നമ്മളൊക്കെ കാണാറുള്ള വെള്ളം വരുന്ന പോലെ അതിൻ്റെ ഒരു ശാസ്ത്രീയമായ ഒരു പ്രദർശനമാണ് ഇവിടെ കാണുന്നത്. ജമ്പിങ് ഡിസ്ക്, നമ്മൾ സ്വിച്ച് അമർത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു ഡിസ്ക് മേലേക്ക് പോകുന്ന ബോൾ സ്വയം ചലിച്ച് അത് എത്തുന്നതിന് ചലന സിദ്ധാന്തത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ വലിയൊരു അവസാനം നമ്മളൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ആണി ബെഡുണ്ട്. അതിൽ വേണമെങ്കിൽ നമുക്ക് കടന്നു നോക്കാം, ഒന്നും ആവില്ല. ഇനിയും ഒട്ടേറെ പ്രദർശനങ്ങളുണ്ട്. അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള ഗാലറികളും കാണിക്കാം. Thank you for watching.